നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. ഹലോ, അപ്പോൾ ഇന്നൊരു കാറ്റലോഗ് ആയാലോ? സോ ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് ഇവിടെയുള്ള പൂച്ചക്കുട്ടികൾ. ഇവളെയാണ് ആദ്യമായിട്ട് ഇവിടെ എടുത്തു വളർത്താൻ തുടങ്ങിയത്. അതായത് ഇവളുടെ കൂടെയുള്ള അനിയത്തി പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായപ്പോൾ ഇവളാകെ സങ്കടത്തിലായി. അങ്ങനെ ഇവളുടെ സങ്കടം കണ്ട് സഹിക്കാതെ ഞങ്ങൾ വിചാരിച്ച് ഇവളെ എടുത്തങ്ങ് വളർത്തും. ഈ വീട്ടിൽ എനിക്ക് ഒഴിച്ച് മറ്റാർക്കും പൂച്ചക്കുട്ടികളെ ഇഷ്ടമല്ല. എന്നാൽ ഇവളെ എല്ലാവർക്കും അങ്ങ് പ്രിയപ്പെട്ടവളായി മാറി. ഞങ്ങളിപ്പോൾ തന്നെ ഫോൺ അഡിക്റ്റായിരുന്നു കേട്ടോ. ഇവക്കുണ്ടായിരുന്ന കുട്ടിയാണ് ഇത്. പൂച്ചകളുടെ എണ്ണം ഇതാ കൂടിക്കൂടി വരികയാണ്. കുഞ്ഞുമണീൻ്റെ മോൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കളയാൻ തോന്നിയില്ല. അങ്ങനെ അവളെയും വളർത്തി. ഇനി അടുത്തതാണ് തക്കുടു. തക്കുടു നേരത്തെ കണ്ടവളുടെ അനിയത്തിയാണ് കേട്ടോ. അതായത് കുഞ്ഞുമണീൻ്റെ അനിയത്തിയല്ല, കുഞ്ഞുമണീൻ്റെ അമ്മേൻ്റെ അനിയത്തി. കുഞ്ഞുമണീൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോൻ കണ്ടപ്പോൾ അതിനെയും കളയാൻ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ അവളെ തക്കുടു എന്ന് പേരിട്ടു. പിന്നീട് എണ്ണം കൂടിക്കൂടി വരികയാണ്. തക്കുടുവിൻ്റെ കുട്ടികളാണിത്. കന്നിപ്രസവം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു 5 ഉണ്ടായിരുന്നു. ഈ ഫാമിലിയായിട്ടൊരു ബന്ധമില്ലാത്ത ആളാണ് ദായി. അതായത് ഒരു ദിവസം അച്ഛൻ താഴെ കയറി വന്നപ്പോൾ കൂടെ വന്നതാണ്. കയറി വന്ന പൂച്ച ഭാഗ്യമാണെന്നും പറഞ്ഞ് അതിനെയും കൂടെ കൂട്ടി. അങ്ങനെ മൊത്തം ഇപ്പോൾ ഈ വീട്ടിൽ എത്ര പൂച്ചകളുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ എണ്ണമില്ല. പക്ഷേ ഈ 3 പേരാണെങ്കിൽ അവനെ അങ്ങ് അടുപ്പിക്കുന്നുമില്ല. കാരണം ഇവർ 3 ഗേൾസും അവനൊരൊറ്റ ബോയ് ആയിരുന്നു. അങ്ങനെ ഇവർ 3 ഒരൊറ്റ കേട്ടും മറ്റവൻ തനിച്ചുമാണിപ്പോൾ.